മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം തുടരണമോ വേണ്ടയോ എന്ന് വിലയിരുത്താൻ ഇന്ന് യോഗം ചേരും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലാണ് യോഗം. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തും. 2025 ഫെബ്രുവരി 13-നാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദഗോപൻ, വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നടക്കാൻ പോകുന്നത്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കിയ ശേഷം അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലുള്ള വിലയിരുത്തൽ പ്രതീക്ഷിക്കാം അല്ലേ? നിലമ തീർച്ചയായിട്ടും, അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിവിധ യോഗങ്ങൾ ചേർന്നിരുന്നു. എന്നാൽ ആ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ നിലവിൽ ഇപ്പോൾ ഉള്ള ഒരു സാഹചര്യങ്ങളുടെ ഒരു വിലയിരുത്തലുണ്ടാകും. യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്നുണ്ട്. വീണ്ടും രാഷ്ട്രപതി ഭരണം മുന്നോട്ട് കൊണ്ടുപോകണോ എന്നതിലടക്കം ഒരു നിർണായക തീരുമാനമെടുക്കുവാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരിക്കും പ്രധാനമായും ഈ യോഗത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൽ സുസ്ഥിരമായ സമാധാനം പുലരണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഇത്തരമൊരു യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും കേന്ദ്രസേനയുടെ കൂടുതൽ ആവശ്യങ്ങൾ അവിടെ ഇപ്പോൾ നിലവിലുണ്ടോ, അല്ലെങ്കിൽ കേന്ദ്രസേനയെ കൂടുതലായി അവിടെ വിന്യസിക്കേണ്ട സാഹചര്യങ്ങളുണ്ടോ തുടങ്ങിയ വളരെ വിശദമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നുള്ളതാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നീലും